ആദംപൂരിൽ വ്യോമസേന ഉദ്യോഗസ്ഥരെ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികർക്ക് രാജ്യത്തിന് നന്ദി അറിയിച്ചു. മോദി ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇന്നലെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തോടുള്ള അഭിസംബോധനയിലും സൈന്യത്തിനുള്ള നന്ദിയാണ് അദ്ദേഹം അറിയിച്ചത്. സൈന്യത്തിന്റെ ധീരതയെ അദ്ദേഹം വലിയ തോതിൽ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ വ്യോമസേന ഉദ്യോഗസ്ഥരെ ആദംപൂരിലെത്തി പ്രധാനമന്ത്രി കണ്ടത്. MG മിഥുനുണ്ട്. മിഥുൻ, വിവരങ്ങൾ. രജിത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഈ വലിയൊരു വിജയം പാകിസ്ഥാനെതിരെ നേടാൻ സാധിച്ചതിൽ സേനാ വിഭാഗങ്ങളെ നരേന്ദ്രമോദി അഭിനന്ദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് അല്പസമയത്തിന് മുമ്പാണ് ഇപ്പോൾ പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിലേക്ക് വ്യോമതാവളത്തിലേക്ക് എത്തി പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി സൈനികരുമായി കാണുകയും അവരെ അഭിവാദ്യം അർപ്പിക്കുകയും ഒപ്പം തന്നെ അവരോട് നന്ദി പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. അതിൻ്റെ ചില ഫോട്ടോസാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ഈ സൈനികർ 3 സൈനികരുടെയും ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതായത് നമുക്കറിയാം ഈ 9 ഭീകരത്താവളങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗത്ത് നിന്ന് തകർത്തതിനു ശേഷം പിന്നീട് നടന്ന പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷങ്ങൾ, അതിലൊക്കെ തന്നെ വിവിധ വ്യോമസേന സൈനിക താവളങ്ങളൊക്കെ പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അതിൽ സൈനികരോട് നന്ദി പറയുകയാണ്. നേരിട്ടെത്തി പ്രധാനമന്ത്രി നന്ദി പറയുന്ന കാഴ്ച. ഇത് സ്വാഭാവികമായും നമുക്കറിയാം സൈനികരെ നേരിട്ടെത്തി, അതായത് ഈ ഒരു സംഭവം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ഏർപ്പെട്ടതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നേരിട്ടെത്തി ഇത്തരത്തിൽ സൈനികർക്ക് ഈ ഒരു അഭിവാദ്യം അർപ്പിക്കുമ്പോൾ അവർക്ക് നൽകുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു ഊർജ്ജം അത് ചെറുതല്ല. അത്തരത്തിൽ അവരുടെ മുഖത്ത് തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നു. ആ ഫോട്ടോഗ്രാഫുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നതും അത് തന്നെയാണ്. അതായത് ജലന്ധറിനും ഷോപ്പിയാർപൂരിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ്, സ്ഥലമാണ് ഈ ആദംപൂർ എന്ന് പറയുന്നത്. അതായത് വ്യോമ നീക്കങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ആദംപൂരിലെ വ്യോമത്താവളം. അവിടെയായിരുന്നു ഇതിൽ പ്രധാനമായും ഈ പാകിസ്ഥാനെതിരെയുള്ള നീക്കങ്ങളിൽ പ്രധാനമായും ചുക്കാൻ പിടിച്ചത് ഈ വ്യോമത്താവളത്തിൽ നിന്ന് തന്നെയായിരുന്നു. ഇവിടെ നിന്ന് ഉയർന്നു പൊങ്ങിയ വിമാനങ്ങൾ, ജെറ്റ് വിമാനങ്ങൾ, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നായിരുന്നു നിയന്ത്രിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് രാവിലെയോടുകൂടി പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തി ഈ സൈനികർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തത്. ഏതായാലും നിലവിൽ അദ്ദേഹം തിരികെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തുകയാണ്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.